മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ തുലാം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ വർഷം 2025 മെയ് 19 തിങ്കളാഴ്ച മുതൽ 25 ഞായറാഴ്ച വരെയുള്ള സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത്. ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. ബുധൻ മേടം രാശിയിലും, സൂര്യൻ ഇടവം രാശിയിലും, ഗുരു മിഥുനം രാശിയിലും, ചൊവ്വ തൻ്റെ നീചസ്ഥാനമായ കർക്കടകത്തിലും, കേതു ചിങ്ങം രാശിയിലും, രാഹു കുംഭം രാശിയിലും, ശനിയും ശുക്രനും മീനം രാശിയിലുമായിരിക്കും ആഴ്ചയുടെ ആരംഭത്തിൽ നിൽക്കുന്നത്. മീനം രാശി ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ്. മേടത്തിൽ നിൽക്കുന്ന ബുധൻ മെയ് 23 ഇടവത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. ചന്ദ്രൻ ഈ ആഴ്ച മകരം, കുംഭം, മീനം, മേടം എന്നീ രാശികളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത്. ചന്ദ്രൻ കുംഭം രാശിയിൽ രാഹുവുമൊത്ത് ഗ്രഹണദോഷം നിർമ്മിക്കുന്നതായിരിക്കും. അതുപോലെ ഇടവം രാശിയിൽ ബുധനും സൂര്യനും ചേർന്ന് ബുധാദിത്യ യോഗവും നിർമ്മിക്കുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി ചിത്തിര 3, 4 പാദങ്ങൾ, ചോതി, വിശാഖം 1, 2, 3 പാദങ്ങൾ അടങ്ങുന്ന തുലാക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. ഇൻകം വർദ്ധിക്കുന്നതും സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യം ഈ സമയത്ത് നടന്നു കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിഘ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് മിക്സ് റിസൾട്ടുകളായിരിക്കും ലഭിക്കുന്നത്. കരിയറിൽ ധൃതി പിടിച്ച് തീരുമാനങ്ങളൊന്നും തന്നെ എടുക്കുവാൻ പാടില്ല. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ചില്ലറ ഡിസ്റ്റർബൻസ് ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. കുട്ടികളിൽ എപ്പോഴും ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കണം. അവരുടെ കൂട്ടുകെട്ടുകൾ എങ്ങനെയാണ്, തെറ്റായ മാർഗത്തിൽ കൂടെ പോകുന്നില്ലല്ലോ, അവരുടെ പെരുമാറ്റങ്ങൾ ഏത് രീതിയിലാണ് എന്നീ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. എന്തെങ്കിലും കണ്ടാൽ അവരെ സൗമ്യതയോടെ വേണം പറഞ്ഞ് മനസ്സിലാക്കുവാൻ. ജോലിസ്ഥലത്തും എല്ലാ കാര്യങ്ങളും നല്ല ജാഗ്രതയോടെ വേണം ചെയ്യുവാൻ. ആരെയും അതിര് കവിഞ്ഞ് വിശ്വസിക്കുവാനും പാടില്ല. വീക്കെൻഡ് നല്ലതായിരിക്കും. കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷപൂർവ്വം സമയം ചിലവഴിക്കുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 7 ആയിരിക്കും. ഇനി വിശാഖം 4 പാദം, അനിഴം, തൃക്കേട്ടയടങ്ങുന്ന വൃശ്ചികക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ നിങ്ങളുടെ ആത്മധൈര്യത്തിൽ നല്ല വർധന ഉണ്ടാകുന്നതായിരിക്കും. ഇളയ സഹോദരങ്ങളുമായി നല്ല ബോണ്ടിങ് ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക സ്ഥിതികളിൽ പുരോഗതി കാണുവാൻ സാധിക്കുന്നതായിരിക്കും. പ്ലാനിങ്ങോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം ലഭിക്കുന്നതുമായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് മിക്സ് റിസൾട്ടുകളായിരിക്കും ലഭിക്കുന്നത്. സാമ്പത്തിക സ്ഥിതികളിൽ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. നിക്ഷേപങ്ങളും മറ്റും ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ജോലിസ്ഥലത്ത് ആരുമായും വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതെ സ്വന്തം കാര്യം കംപ്ലീറ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. കലാ സാഹിത്യ രംഗത്തുള്ളവർക്ക് അനുകൂല സമയമായിരിക്കും ഇത്. നിങ്ങൾക്ക് പേരും പെരുമയും പ്രശസ്തിയും ലഭിക്കുന്നതായിരിക്കും. ആഴ്ചയുടെ അവസാന സമയത്ത് എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായി ചെയ്യുവാൻ ശ്രമിക്കണം. വിരോധികളിൽ ഒരു ദൃഷ്ടി എപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 8 ആയിരിക്കും. ഇനി മൂലം, പൂരാടം, ഉത്രാടം 1 പാദം അടങ്ങുന്ന ധനുക്കൂറുകാരാണ്. ധനുരാശിക്കാർ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് കുടുംബത്തെ മുതിർന്നവരുടെ അഭിപ്രായം തേടുന്നത് നല്ലതായിരിക്കും. സാമൂഹിക കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതാണ്. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ തീരുമാനങ്ങൾ എടുക്കുന്നതുമായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് രാഷ്ട്രീയത്തിലുള്ളവർക്ക് എന്തെങ്കിലും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും.
ഗവൺമെൻറ്റിൽ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഈ സമയത്ത് നടന്നു കിട്ടുന്നതാണ്. സംഗീതം, നൃത്യം, അഭിനയം, സാഹിത്യം എന്നീ രംഗത്തുള്ളവർക്ക് അല്പം ബുദ്ധിമുട്ടുകളെ നേരിടേണ്ടി വരും. കാര്യങ്ങളിൽ തടസ്സം, അതല്ലെങ്കിൽ പേയ്മെൻറ്റ് ബ്ലോക്ക് ആവുക എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. മാതാവുമായി വാദവിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. വീക്കെൻഡ് നല്ലതായിരിക്കും. കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകാൻ സഹായിക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 4 ആയിരിക്കും. ഇനി ഉത്രാടം 2, 3, 4 പാദങ്ങൾ, തിരുവോണം, അവിട്ടം 1, 2 പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും. നിങ്ങളുടെ ആത്മധൈര്യത്തിലും പേഴ്സണാലിറ്റിയിലും വർധനമുണ്ടാകുന്നതായിരിക്കും. നല്ല പ്ലാനിങ്ങുകൾ ചെയ്യുന്നതും അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതുമായിരിക്കും. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രതീക്ഷിച്ച വിജയം ലഭിക്കുന്നതുമായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് ബന്ധുക്കളുമായി വാക്കുതർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ സൗമ്യതയോടെ വേണം എല്ലാവരോടും സംസാരിക്കുവാനും പെരുമാറുവാനും. ക്രോധത്തിലും നല്ല കൺട്രോൾ ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുവാൻ പാടില്ല. ഓഫീസിൽ എല്ലാ കാര്യങ്ങളും നല്ല ശ്രദ്ധയോടെ വേണം ചെയ്യുവാൻ. സോഷ്യൽ മീഡിയയിൽ നല്ല പ്രശസ്തി ലഭിക്കുന്നതായിരിക്കും. ആഴ്ചയുടെ അവസാന സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കണം. കഴിയുന്നതും വരവനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യേണ്ടത്. ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 8 ആയിരിക്കും. ഇനി അവിട്ടം 3, 4 പാദങ്ങൾ, ചതയം, പൂരുരുട്ടാതി 1, 2, 3 പാദങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. അതിനാൽ ബജറ്റ് അനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ. ബിസിനസ്സിൽ വിദേശത്ത് നിന്നും നല്ല ഓഫറുകൾ വരുവാൻ സാധ്യതകളുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഈ ആഴ്ച പല നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും. നാട്ടിൽ നിന്നും ശുഭവാർത്തകളും മറ്റും ലഭിക്കുവാൻ യോഗമുണ്ടാകുന്നതുമായിരിക്കും. എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായി നല്ല പ്ലാനിങ്ങോടെ വേണം ചെയ്യുവാൻ. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളിൽ തീർച്ചയായും വിജയം ലഭിക്കുന്നതുമായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് മിക്സ് റിസൾട്ടുകളായിരിക്കും ലഭിക്കുന്നത്. ഈ സമയത്ത് ബന്ധുക്കളുടെ വിരോധത്തെ നേരിടേണ്ടി വരും. ഏതെങ്കിലും കാരണവശാൽ അവരുമായി കലഹങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. വാശി പിടിച്ച് ഈ സമയത്തൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. എല്ലാ കാര്യങ്ങളും നന്നായി വിശകലനം ചെയ്തിട്ട് വേണം ചെയ്യുവാൻ. ജോലിസ്ഥലത്തും ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നതല്ലായിരിക്കും. ഇങ്ങനെയുള്ള സമയത്ത് ശാന്തതയോടെ നല്ല ബുദ്ധിപൂർവ്വം വേണം എല്ലാം ചെയ്യുവാൻ. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ ക്ഷണങ്ങൾ ലഭിക്കുന്നതായിരിക്കും. വീക്കെൻഡ് നല്ലതായിരിക്കും. ഇളയ സഹോദരങ്ങളുമൊത്ത് ഉല്ലാസയാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 9 ആയിരിക്കും. അവസാനമായി പൂരുരുട്ടാതി 4 പാദം, ഉത്തരട്ടാതി, രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ്. ആഴ്ചയുടെ ആരംഭത്തിൽ അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും. കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടുന്നതാണ്. മാനുഫാക്ചറിംഗ് ലൈനിലുള്ളവർക്ക് ഈ സമയത്ത് വലിയ ഓഫറുകൾ ലഭിക്കുവാൻ സാധ്യതകളുണ്ട്. ഈ സമയത്ത് കരിയറിലും ബിസിനസ്സിലും ചില പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും. ആഴ്ചയുടെ മധ്യസമയത്ത് മിക്സ് റിസൾട്ടുകളായിരിക്കും ഉണ്ടാകുന്നത്. ഈ സമയത്ത് നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നതിന് മുൻപ് എല്ലാം വിശദമായി സ്റ്റഡി ചെയ്തിരിക്കണം. എടുത്തിയാടി ഒന്നും തന്നെ ചെയ്യുവാൻ പാടില്ല. കുടുംബാംഗങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ ഈ സമയത്ത് നടന്നു കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് അലസത വെടിഞ്ഞ് ജോലിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പ്രയോജനപ്രദമായിരിക്കും. വീക്കെൻഡ് നല്ലതായിരിക്കും. കുടുംബസമേതം പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നതാണ്. ഇത് നിങ്ങളുടെ ഇമേജ് വർദ്ധിക്കുവാൻ സഹായിക്കുന്നതുമായിരിക്കും. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ 3 ആയിരിക്കും. ഇതാണ് തുലാം മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലങ്ങൾ.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.